ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള ബിറ്റ്കിറ്റ് വാലറ്റ് നല്ല രീതിയിൽ ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ടൊമാറ്റോ എന്ന് പറഞ്ഞ ഗെയിം വളരെ എളുപ്പമാണ്. നിങ്ങൾ വെറുതെ 3 മണിക്കൂർ കൂടുമ്പോൾ ഇവിടെ ഫാമിംഗ് വരും. ആ ഫാമിംഗ് എടുത്തിട്ട് വെറുതെ അത് ക്ലെയിം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് അവിടെ കൂടുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുറേ ടാസ്കുകൾ കിടപ്പുണ്ട്. ആ ടാസ്കുകൾ എല്ലാതും കുറേയൊക്കെ എക്സ്പയറിങ് ടാസ്കുകളാണ്. അതായത് ആ ടാസ്കുകൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടാസ്കുകൾ എന്ത് ചെയ്യും, പോകും. അപ്പോൾ വരുന്ന ടാസ്കുകളൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ നോക്കുക. അതുപോലെ തന്നെ ഹോം പേജിൽ നമുക്കൊരു സീക്രട്ട് കോഡും എല്ലാ ദിവസവും അവൈലബിൾ ആണ്. നമ്മൾ ആ സീക്രട്ട് കോഡ് നമ്മൾ ഡെയിലി നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ ഓരോ ദിവസം സീക്രട്ട് കോഡ് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെ കാണുന്ന ക്യാറ്റിനെ ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിനെ ടാപ്പ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ട്രീനെ ടാപ്പ് ചെയ്യുക, ഈ ഇവിടെ താഴെ കാണുന്ന ടൊമാറ്റോനെ ടാപ്പ് ചെയ്യുകയോ, അങ്ങനെ ഓരോ കോഡായിരിക്കും നമുക്ക് ഓരോ ദിവസം ടാസ്ക് ആയിട്ട് ഉണ്ടാവുക. സോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2000 ടൊമാറ്റോ ആണ് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വാലറ്റ് കണക്ഷനാണ്. സോ വാലറ്റ് കണക്ഷൻ ബിറ്റ്ഗിറ്റിൻ്റെ വാലറ്റ് കണക്ഷനാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞു ഓൾറെഡി ടൊമാറ്റോ എന്ന് പറഞ്ഞ കോയിൻ ബിറ്റ്ഗിറ്റ് ആയിട്ടാണ് ഓൾറെഡി ടൈപ്പ് ഉള്ളത്. സോ ബിറ്റ്ഗിറ്റിൻ്റെ വാലറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വാലറ്റ് കണക്ഷൻ ചെയ്യാനുള്ളത്. സോ ഇതുപോലെ തന്നെ വേറൊരു കോയിനും കൂടി ഇതുപോലെ തന്നെ ബിറ്റ്ഗിറ്റിൻ്റെ വാലറ്റായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ട്. അതുകൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. YTS കോയിൻ ആണ്. ബട്ട് YTS കോയിൻ ഇതുവരെ നമ്മൾ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാതിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയധികം ആഡ്സ് അതിൽ കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം പ്രൊമോട്ട് ചെയ്യാതിരുന്നത്. സോ നമുക്ക് വാലറ്റ് കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ കണക്ട് ടു ബിറ്റ്ഗിറ്റ് വാലറ്റ് കാണാം. അവിടെ ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. സോ നിങ്ങൾക്ക് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലെ പ്ലേ സ്റ്റോറിൽ പോവുക, ബിറ്റ്ഗിറ്റ് വാലറ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു വാലറ്റിൻ്റെ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രേസ് കീ എല്ലാ തവണത്തെയും പോലെ എവിടെയെങ്കിലും എഴുതി വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുത്. ഏതെങ്കിലും ഒരു ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്ന ഏതെങ്കിലും നോട്ട് ആപ്പ്, ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിളിലെ കീപ് നോട്ട്സ് എന്ന് പറഞ്ഞ ആപ്പാണ്. സോ അവിടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അസറ്റിലെ ഏതെങ്കിലും ബുക്കിലോ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. മറക്കരുത്. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ വാലറ്റ് നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് വാലറ്റ് കൊടുക്കുന്നു, നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബിറ്റ്ഗിറ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് കണക്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യം റീസെൻറ്റിൽ നിങ്ങൾ ആദ്യം ബിറ്റ്ഗിറ്റ് വാലറ്റ് തുറന്നു വയ്ക്കും. അപ്പോൾ എൻ്റെ ബിറ്റ്ഗിറ്റ് വാലറ്റ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ടൊമാറ്റോയ്ക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ കണക്ട് കൊടുക്കുന്നു. അപ്പോൾ നേരെ എൻ്റെ ഇതിലേക്ക് പോകുന്നു, ബിറ്റ്ഗിറ്റിൻ്റെ വാലറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണക്ട് കൊടുത്തപ്പോൾ നേരെ നമ്മുടെ ബിറ്റ്ഗിറ്റിൻ്റെ വാലറ്റിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ കണക്ഷൻ റിക്വസ്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യാൻ പറയുകയാണ്. സോ നമ്മൾ അപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ ഉണ്ടാക്കിയപ്പോൾ അടിച്ചു കൊടുത്ത ഒരു 6 ഡിജിറ്റ് പാസ്വേഡ് അല്ലെങ്കിൽ 4 ഡിജിറ്റ് പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓതറൈസർ എന്ന് കാട്ടും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നേരെ തിരിച്ച് ഇവിടേക്ക് പോയി നോക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കണക്ട് യുവർ ബിറ്റ്ഗിറ്റ് വാലറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇത് എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം എയർ ഡ്രോപ്പ് വരുമ്പോൾ ചിലപ്പോൾ ബിറ്റ്ഗിറ്റിൻ്റെ വാലറ്റിലേക്കായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ടൊമാറ്റോ കോയിനെ മാറ്റാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് YTS കോയിൻ്റെ വാലറ്റ് കണക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ YTS കോയിൻ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു എൻ്ററിലേക്കുള്ള ബട്ടൺ കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ബാക്ക് അടിക്കുക. വീണ്ടും ഒരു വശം കൂടി ഇത് റീസെൻ്റിൽ നിന്ന് കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വശം കൂടി എടുത്ത് നോക്കുക. അപ്പോൾ YTS കോയിൻ തുറക്കുമ്പോൾ ഒരു ബിറ്റ്ഗിറ്റിൻ്റെ ഒരു പരസ്യമാക്കി നടക്കുക. ഒരു 2-3 വശം ബാക്ക് അടിച്ചൊക്കെ ഓപ്പൺ ആക്കിയാലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏൺ എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഈ ടാബിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണക്ട് യുവർ ബിറ്റ്ഗിറ്റ് വാലറ്റ് കാണാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് യുവർ ബിറ്റ്ഗിറ്റ് വാലറ്റുമേ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബിറ്റ്ഗിറ്റ് വാലറ്റിലേക്ക് പോകുന്നു. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ കണക്ഷൻ റിക്വസ്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യുക. കണക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ എസ് കോയിനിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ വാലറ്റ് കണക്ഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കണക്ട് അഗെയിൻ എന്ന് പറഞ്ഞൊരു ബട്ടണായിരിക്കും കാണാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ടെന്നാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എസ് കോയിനുള്ള പോലെ വെറുതെ ടാപ്പിംഗ് മാത്രമാണ് ഇതിലുള്ളത്. വേറെ കുറച്ച് ടാസ്കുകളും സംഭവങ്ങളുണ്ട്. ആ ടാസ്കുകൾ സാധനങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ബൂസ്റ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് നിങ്ങൾ ചെയ്യാൻ നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇനി ആകെ കുറച്ച് ദിവസം കൂടി എന്തോ ഒരു കൗണ്ട് ഡൗൺ കാട്ടുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തോ, അല്ലാന്നുണ്ടെങ്കിൽ ആ കൗണ്ട് ഡൗണിലുള്ള തീരുമോ അത് എയർ ഡ്രോപ്പാണോ വരാൻ പോകുന്ന ഒരു ഷുവറില്ല. സോ ഈ ഏൺ ടാബിലുള്ള എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക. ഈ ആഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്. അതായത് എടുക്കുമ്പോൾ തന്നെ ഈ ആഡ് തീരാത്ത ഒരു സാധനം നമുക്ക് ചെയ്യാനും പറ്റില്ല. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ ബിറ്റ്ഗിറ്റിൻ്റെ ആഡ് വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് തീരാതെ നമുക്ക് ആ ഒരു ആപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ 2 വാലറ്റ് കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാൻ വിചാരിക്കുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ ബിറ്റ്ഗിറ്റിൻ്റെ വാലറ്റ് കണക്ഷൻ ഇനി ഏത് ആപ്പിൽ വരികയാണെങ്കിലും ഏത് എയർ ഡ്രോപ്പിൽ വരികയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം ബിറ്റ്ഗിറ്റിൻ്റെ വാലറ്റിലേക്ക് പോയിട്ട് ഓതറൈസ് ചെയ്യുക. ഫ്രേസ് കീ എന്തായാലും എഴുതി വയ്ക്കാനായിട്ട് മറക്കരുത്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.